സാമ്പാർ കിട്ടുവാണ് ഗൈസ്, ഒന്നും പറയല്ല ഗൈസ്. നമ്മളൊന്ന് മോർണിംഗ് സെഷൻ കഴിഞ്ഞ് എത്തിയാണ്. ഇപ്പം സാമ്പാറും ദോശയും കഴിക്കാനാണ്. പിന്നെ ഗൈസ് എന്റെ സൗണ്ട് ഒക്കെ ഫുള്ള് പോയിരിക്കുകയാണ്. ഞാൻ പനിയൊക്കെ പിടിച്ച് കിടപ്പിലായിരുന്നു. പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നല്ല ഇടിയും മിന്നലും മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ ആളുകളും സേഫ് ആയിട്ട് ഇരിക്കുക, നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഗൈസ്, എല്ലാ കൈമെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ക്യാമറ പൊത്തി പിടിച്ചത് കൊണ്ടൊന്നും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. അതിന് ഇരുന്നിരുന്ന് നമ്മൾ ഉള്ളിയൊക്കെ തോലൊക്കെ പൊളിച്ച് അരിഞ്ഞെടുക്കണം ഗൈസ്. അങ്ങനെ നമ്മളുടെ ഉള്ളിയുടെ പച്ചമുളകിന്റെയും തക്കാളിയുടെ ഒക്കെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം നമ്മൾ തോലൊക്കെ പൊളിച്ച് കഴുകി കുനുകുനുകുനുകുനുകുനാന്ന് പറഞ്ഞിട്ട് അരിയണം. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് ഗൈസ്, ഞാനിപ്പോൾ അരിയാണെങ്കിലും നമ്മൾ തുടക്കുകയാണെങ്കിലും അടിച്ചു വരാണെങ്കിലും എല്ലാത്തിനും എനിക്കൊരു വരി നിരയൊക്കെ നിർബന്ധമാണ്. ഈ തക്കാളി കരിയുമ്പോൾ അതിങ്ങനെ വരിക്കും നിരക്കും നിന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ പുളി, ശർക്കര, തേങ്ങ, മിൽക്ക് മേഡ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ എപ്പോൾ തുറന്നാലും എപ്പോൾ എടുത്താലും ഒന്ന് വായിലിട്ട് നോക്കുന്നത് എനിക്ക് പണ്ട് മുതലേ അത് ശീലമുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ പരിപ്പ് സാമാനങ്ങളൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം തിരുമ്മി എടുത്ത് കഴുകാം. ഇത് കഴുകാൻ നല്ല രസമാണ്. എനിക്ക് ഈ പരിപ്പ് അരിയൊക്കെ കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഒഴിച്ച് കൈ കൊണ്ട് തിരുമ്മി കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇത് കുറച്ച് റിസ്കി ടാസ്ക് ആയിരുന്നു ഗൈസ്. ഈ കായത്തിനെ നമ്മൾ പിടിച്ച് പറിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ തന്നെ ഞാൻ ഈ ഫ്ലാറ്റിന് തീയിട്ടായിരുന്നു ഗൈസ്. ഞാൻ കുറച്ചു നേരം ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷമാണ് ഈ ലൈറ്റർ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാകെ ഇങ്ങോട്ടേക്ക് പൊള്ളി തെറിച്ച് വരേണ്ടതായിരുന്നു. പിന്നെ ഞാൻ അത് സാഹസികമായിട്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഇത് കടവറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് ഇളക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് പറ്റുന്ന അത്ര മഞ്ഞപ്പൊടി, മുളക് പൊടി, സാധനങ്ങളൊക്കെ മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ടേസ്റ്റ് നോക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പുളി ഉണ്ടായിരുന്നു, വെള്ളം കലക്കി വെച്ചാൽ ആ പുളി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കടുവറ എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വിസിലൊക്കെ പോയ കുക്കറിലിട്ട് വെച്ച പരിപ്പും സാധനങ്ങളൊക്കെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഏറ്റവും പേടിയുള്ള 2-3 സാധനങ്ങളിൽ പെട്ട ഒന്നാണ് ഈ കുക്കർ. പിന്നെ മിക്സി. ഇതൊക്കെ എന്താണെന്നറിയില്ല, പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടും കൈ കരഞ്ഞു പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം, എനിക്കിത് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ കുക്കറിലുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം വേവിക്കാൻ വേണ്ടി വെക്കുക. അങ്ങനെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കരിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി ഇറക്കാനേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കൊരു ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഓൾറെഡി ഞാൻ ദോശമാവ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, എന്താവും എന്നറിയില്ല. അങ്ങനെ ഞാൻ ഇളക്കി ദോശ ഒഴിച്ച് 2-3 ഇടലുകൾ ഇടുമ്പോഴത്തേക്കും ദോശ 2-3 പീസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദോശ നമ്മൾ വീണ്ടും പരത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പരത്തുമ്പോൾ തന്നെ പിന്നെ നമ്മളുടെ കയ്യിൻ്റെ അടിയിൽ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും മറക്കുമ്പോൾ അത് 2-3 കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോകും, സ്വാഭാവികം. കാരണം നമ്മൾക്കിത് കഴിക്കാനുള്ളത് തന്നെയാണല്ലോ. അപ്പം നേരെ ചൊവ്വ കിട്ടണമെന്നൊന്നും എനിക്കില്ല. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ അടുത്ത ദോശയ്ക്കുള്ള മാവ് വെച്ചിട്ടുണ്ട്. ഇതും ഇതുപോലെ കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് പോരാണ് ഗൈസ് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. ഇതും ഫ്ലോപ്പായി ഗൈസ്. പക്ഷെ കിടു കറി എന്നൊക്കെ പറഞ്ഞാൽ കിടിലം കറി. ഞാൻ ഉണ്ടാക്കിയ അതിനോട് പറയില്ല, ബെസ്റ്റ് കറി. പിന്നെ നാലാമതായിട്ട് നമ്മളൊരു ദോശ ഉണ്ടാക്കി. അത് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ദോശയും കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല. പിന്നെ ദോശ ചെറുതായിട്ട് ആകൃതിയൊക്കെ അങ്ങോട്ട് മാറിപ്പോയി, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കഴിച്ചാൽ മതി.